സർക്കാർ അംഗീകരിച്ച ശമ്പള വർധന നടപ്പാക്കുക, 3 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കുക, ഓരോ വാർഡിലും ഹെഡ് നഴ്സുമാരെ നിയമിക്കുക എന്നിവയാണ് നഴ്സുമാരുടെ ആവശ്യങ്ങൾ. ഇക്കാര്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം 23 ട്രെയിനി നഴ്സുമാർ മാനേജ്മെന്റിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനമുണ്ടായില്ല. തുടർന്ന് നഴ്സുമാർ ജോലിയിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധിച്ചു. ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് 2000 രൂപ മാത്രമാണ് സാലറി. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ്. ഇപ്പോൾ അതിന്റെ പേരിൽ ഇന്ന് വൈകുന്നേരം തീരുമാനം പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനമാക്കാതെയാണ് ഞങ്ങളുടെ മാനേജ്മെന്റ് പോയിരിക്കുന്നത്. ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചുള്ള 5100 രൂപ കുട്ടികൾക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അന്നേരം സാറ് പറഞ്ഞത്, സെക്രട്ടറി സാറ് പറഞ്ഞത് പൈസ തരില്ല, ഈ 2000 എല്ലാം ഒറ്റ പൈസ തരികയാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ച ചേർന്ന ഗവേണിംഗ് ബോഡി ട്രെയിനി നഴ്സുമാർക്ക് പകരം പരിചയസമ്പന്നരായ നഴ്സുമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാനേജ്മെന്റ് തീരുമാനം ഇതിപ്പോൾ ഇവരിങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് പുതിയ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ശരിക്കുള്ള സാലറി കൊടുത്തെടുക്കുക എന്നുള്ള തീരുമാനം. അത് കുറച്ച് പേര് ഇവിടെ അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, കുറേ പേര് അവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ട് നാളെ തന്നെ കുറേ പേര് ജോയിൻ ചെയ്യുന്നു. നഴ്സിംഗ് നേതാക്കൾ ഇന്ന് വിഷയത്തിൽ മാനേജ്മെന്റുമായി ചർച്ച നടത്തും. സംസ്ഥാനത്ത് നഴ്സിംഗ് മേഖലയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്നാണ് ഈ സ്ഥിതിഗതികൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു നഴ്സിംഗ് സമരത്തിനുകൂടി ഇത് വഴിവെച്ചേക്കാം. സുവി വിശ്വനാഥൻ, ഇന്ത്യ വിഷൻ, കൊച്ചി.